പിള്ളേരൊന്നും ഒന്നും ചെയ്യില്ല. ഞാൻ ഒന്നും ചെയ്യില്ല ചെറുക്ക. ഞാൻ പെണ്ണ് പിള്ളേരൊന്നും ഒന്നും ചെയ്യില്ല. അടിക്കാൻ ആരെങ്കിലും പറഞ്ഞു ഞാനപ്പോഴേക്ക് തള്ളിയെങ്കിലും തറയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട. ഇനി ചെയ്യില്ലെന്ന് പറയാം. ഞാൻ ഒന്നും ചെയ്യില്ല. ആ പെണ്ണിനെ പിടിച്ചെനിക്ക് വന്നില്ലല്ലേ പെണ്ണ്. പെണ്ണേ നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞ ആ കൊച്ചിനെ ഉപദ്രവിക്കാൻ പറഞ്ഞ പെണ്ണേ പെണ്ണേ എൻ്റെ പെണ്ണില്ല. ആ പെണ്ണ് എന്നെ പെണ്ണില്ല. ഞാൻ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് ഇത് വെള്ളം കൊടി വീട്ടി ഞാൻ എൻ്റെ പൊയ്യ നൈറ്റ് നനഞ്ഞ് കൊച്ച് ശകലം വെള്ളം എടുത്ത് നിങ്ങളുടെ നൈറ്റിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞേ. ഞാൻ ചെയ്തു പോയി. ഞാൻ ചോദിക്കുന്നതിന് മറുപടി കൊച്ച് ശകലം വെള്ളം എടുത്ത് നിങ്ങളെ നൈറ്റിയിൽ ഞാൻ ചെയ്തു പോയി. ഞാൻ ചെയ്യില്ല. ചെയ്തുപോയെന്ന് പറഞ്ഞാൽ കൊച്ചല്ലേ. കൊച്ച് ആകുമ്പോഴത്തേക്ക് നമ്മളെ ദേഹത്തും വെള്ളം കൊണ്ട് ഒഴിക്കൂലേ. ഒരു ശകലം വെള്ളം അതെടുത്ത് തളിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കും. ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ അവളോട് പറയൂ. അവളോട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യില്ല. ഇനി ഞാൻ ഒന്നും ചെയ്യില്ല. നീ വിളി അവളെ. നിങ്ങൾ എന്നെ പറഞ്ഞാൽ മതി അവള് വരും. അങ്ങോട്ട് കയറാൻ എനിക്ക് വയ്യ. നിങ്ങൾ എന്നെ വിളിച്ചപ്പോഴേ അവളെന്നെ വിളിച്ചപ്പോഴേ നിങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഓടി എന്നെ ഇവിടെ വന്നിരുന്നത്. അതിന് നിങ്ങൾക്ക് എന്തൊരു ഞാൻ പറയേണ്ട. നിങ്ങൾ എന്നെ പോയി പറഞ്ഞാൽ മതി. വിളിച്ചാൽ മതി. ഞാൻ പറയത്തില്ല. ഞാൻ ഒന്നും ചെയ്യില്ല. അമ്മയെ വിളിച്ചോണ്ട പെണ്ണിനെ വിളിച്ചിട്ട് വരുന്നില്ല. ആ പെണ്ണ ഞാൻ എന്തിനു വിളിക്കണത്? ഞാൻ വിളിച്ച വരില്ല. നിങ്ങൾ എന്തിനാ കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചത്? ഇന്നെ കാണിക്കൂല. എന്തിനു കാണിക്കും? ഇനി കാണിക്കൂല. ഒന്നും കാണിക്കില്ല. വെള്ളം ഒന്നും കൊരി വീട്ടില്ല. അവള് ഇനി വെള്ളം കൊരി വീട്ടിയാലും ഞാൻ മിണ്ടില്ല. കൊച്ചാകുമ്പോൾ വെള്ളം ഒഴിക്കും, നൈറ്റിയിൽ വന്ന് പിടിക്കും, തുണികളിൽ പിടിക്കും. എല്ലാം ഇത് മുമ്പും പറഞ്ഞിട്ടുള്ളേ. ഞാൻ ചെയ്തു പോയില്ലേ. എന്തൊക്കെ സഹിക്കാൻ പറ്റുമോ? നിങ്ങൾ ചെയ്തു ചെയ്യില്ല. കൊച്ചുങ്ങളോട് ഇങ്ങനെ ചെയ്തു പോയെന്ന് പറയാൻ ഞാൻ വിളിക്കാം. നിങ്ങൾ അവിടെ പോയി ഇരിക്കോ. ഞാൻ വിളിക്കാം. അവളെ വിളിച്ച് പറയാം. അത് പോട്ട് വാങ്ങേ. പോട്ട് അത് പോട്ട് കൊണ്ടേ. പെണ്ണേ അത് പോട്ട്. അത് പോട്ട്. അത് അറിയാതെ പോവും. അറിയാതെ പോവും. പിള്ളേരെ ഒന്നും ചെയ്യില്ല. ഞാൻ ദേഷ്യം വന്ന് അന്നേരം ചെയ്തു. നീ ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഒന്നും ചെയ്യില്ലല്ലേ. അവിടെ ഒന്ന് കുളിക്കണി വെള്ളം എടുക്കണം. എല്ലാത്തിനും വരുന്നില്ലേ. ഞാൻ വല്ല ചെയ്യണം. ഒന്നും ചെയ്യുന്നില്ല. അവനും കൂടെ വരും. ഞാൻ അതൊക്കെ അങ്ങ് കളെ. ആദ്യാഴ്ചയൊക്കെ അങ്ങ് പോട്ടെ. നോക്കോണ്ണേ. നോക്ക്. നോക്കി വെള്ളമൊക്കെ താ. വെള്ളം എന്തോ പൈപ്പിലുണ്ട്. ഇനി പൈപ്പിൽ നിന്ന് കുടിച്ചാ എടുത്ത് കുടിച്ചോണ്ടിരിക്കണ. ഞാനൊന്നും രാത്രി നിങ്ങള് ഒന്നും ചെയ്യില്ല. വിളിക്കണേ അവള്. ഞാൻ വല്ല ചെയ്യണ. അല്ല നിങ്ങൾ നേരത്തെ ഇങ്ങനെയല്ലേ പറഞ്ഞ ഇനി ഒന്നും ചെയ്യൂല. ഒന്നും ചെയ്യില്ല. ഇത് തന്നെയല്ല നിങ്ങൾ ഇത് തന്നെ എപ്പോഴും പറയണം. ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അന്നേരം വേണ്ട എനിക്ക് ഇല്ല നിങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്യും. നിങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്യും. എന്നിട്ട് കണ്ണ് തപ്പുമ്പോ ഇങ്ങനെ തന്നെ എപ്പോഴും പറയണം. ഇങ്ങനെ തന്നെ എപ്പോഴും പറയണം. പറഞ്ഞല്ല ഞാൻ ചെയ്യില്ല. ചെയ്യില്ല.
എന്നെ അകത്ത് കയറാൻ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അകത്ത് കയറാത്ത. നിങ്ങളെ അകത്ത് കയറാത്തെന്ന് പറഞ്ഞാൽ ഞാൻ മര്യാദക്ക് പിടിച്ച് കയറ്റുമ്പോ നിങ്ങൾ പിന്നെ ഇതെന്തിനാണ് ഈ കൊച്ചുങ്ങളെ ഉപദ്രവിക്കണം? ഞാൻ മിണ്ടൂല. ഒന്നും ചെയ്യില്ല, ഇനി ഒന്നും ചെയ്യില്ല. ഇല്ല, എപ്പോഴും ഇങ്ങനെ തന്നെ പറയാം. ഇനി ഒന്നും ചെയ്യില്ല, തീർച്ചയായും ഇനി ഒന്നും ചെയ്യില്ല. അവന് കൊച്ചിനെ ഒന്നും ചെയ്യില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ പറയണം. ഞാൻ ഒന്നും ചെയ്യില്ല. ഇനി ചെയ്യേണ്ട അന്നേരം കേട്ടോ, നീ അവനും കൂടെ കേട്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെ പറയണം. ഡോറ ഉരക്കണണ്ട അവിടെ, എവിടെ സൗണ്ട് മാറിയ ഡോറ ഉരക്കണണ്ട. കണ്ടാ, ആ പട്ടിക്ക് കൃത്യം അറിയാവരെ. ഒന്നും ചെയ്യില്ല. പട്ടികൾ ഉരക്കണണ്ട എത്ര കണ്ട, അവരെന്റെ ദേഹത്തിൽ പിടിച്ചേനാണ്. പട്ടി ഉരയ്ക്കണണ്ട. ആ പട്ടി ഉരയ്ക്കണം. നിങ്ങളെ സൗണ്ട് കേട്ടാ പട്ടി കുരയ്ക്കും. നിങ്ങൾ എന്നെ പിടിച്ച് വലിക്കണോണ്ടാണ് അവര്. അത് നിങ്ങൾ എന്റെ ദേഹത്തോട്ട് ഉരയ്ക്കും. ആ മിണ്ടാരി 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 ഏയ് മിണ്ടാരി. എപ്പോഴും പറയും ഞാൻ ഇനി കൊച്ചുങ്ങളെ ഒന്നും ചെയ്യൂല, ഞാൻ ഒന്നും ചെയ്യൂല, ഒന്നും ചെയ്യൂലെന്ന് പറയും. എന്നിട്ട് ഈ പിള്ളേര് വന്ന എന്നെ പിടിക്കും. പിള്ളേര് വന്ന് പിടിച്ച എന്താണ് കുഴപ്പം? അതുകൊണ്ടാണ് ഞാൻ അല്ല, പിള്ളേര് വന്ന് പിടിച്ച എന്താണ് കുഴപ്പം? ആ പിള്ളേര് വന്ന് പിടിച്ച് ഈ പെണ്ണ് പയ്യൻ വെള്ളമൊക്കെ അവൻ വെള്ളം എടുത്ത് ഒഴിച്ച ഉടനെ നിങ്ങൾ എന്താ കൊച്ചിനങ്ങ് ഉപദ്രവിക്കുവോ? കിട്ടി ഈ നേനെ ഇട്ടേക്കണം. പിന്നെ അത് മാറ്റാൻ പറ്റുമോ? മാറ്റി വേറെ ഇടാം, ഉദ്യോഗം ഉണ്ടാ. നീ ഒന്ന് പറ. ചുമ്മാ കുട്ടികളെ ഉപദ്രവം എത്ര പറഞ്ഞാലും കണ്ണങ്ങോട്ട് മാറുമ്പോ കുട്ടികളെ ഉപദ്രവം. ഇനി ഞാൻ മിണ്ടൂലല്ല. നിങ്ങളെ മോമുണ്ട്, നിങ്ങളുടെ കൊച്ച് കൃത്യമായിട്ട് അവനത്തെ ആഹാരമൊക്കെ കൊണ്ടുതരല്ലേ. ഞാൻ മൈൻഡ് ചെയ്യൂല. ഞാൻ മിണ്ടണോണ്ടല്ലേ നിങ്ങൾക്ക് പ്രശ്നം. ഞാൻ ഇനി മിണ്ടയില്ല, നിങ്ങളെ കാര്യത്തിൽ നോക്കേയില്ല. നിങ്ങൾ പണ്ടത്തെ പോലെ ഒറ്റയ്ക്ക് നിന്നാ മതി, അപ്പൊ പ്രശ്നം തീർന്നല്ല. പണ്ട് ആരും ഇല്ലാതിരുന്ന പോലെ ഒറ്റയ്ക്ക് കിടന്നാ മതി. അത് തന്നെ, ഞാൻ മിണ്ടണില്ല. മിണ്ടണില്ല, അത് തന്നെ. മാറ്റിട്ട് വേറെ ആരെങ്കിലും പെണ്ണെ കൊണ്ടുവന്ന മോന്റെ പറഞ്ഞാ മതി. മാറ്റിയിട്ട് വേറെ പെണ്ണിനെ കൊണ്ടുവരാൻ മോന്റെ പറഞ്ഞാ മതി. അകത്ത് പോ കുഞ്ഞേ, അകത്ത് പോ. ഇറങ്ങ ചേട്ടൻ ഇറക്കി തരും. പോ, ചെല്ല്. നീ ക്ഷമിക്കൂലേ? ഇല്ല, ഞാൻ ക്ഷമിക്കൂല. പറയാതെ പറ്റിയതാണ്. ഇനി ആ ചെയ്യില്ല. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ പറയണം. ചെയ്യണമെങ്കിൽ അന്നേരം നീ കാണാം. ഈ ഡയലോഗിന് എപ്പോഴും പറയണം. എപ്പോഴും ഇങ്ങനെ തന്നെ പറയണം. ഇനി ഞാൻ ചെയ്യണമെങ്കിൽ അന്നേരം കാണാം. ഞാൻ ചെയ്യില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ പറയണം. ഇപ്പൊ പറഞ്ഞല്ല, അന്നേരം ഇങ്ങനെ തന്നെ പറയണത്. ഇപ്പൊ പറഞ്ഞല്ല, നേരത്തെ ഇത് തന്നെ പറയണം. നേരത്തെ പറഞ്ഞെങ്കിൽ നേരത്തെ നീ വിളിച്ചേക്കാം. നേരത്തെ പറഞ്ഞിട്ട് കേട്ടിട്ട് തന്നെ ഈ പറയണ. നേരത്തെ പറയുമ്പോഴും ഇങ്ങനെയല്ലേ പറയണം. ഇനി ഞാൻ ചെയ്യൂല, ഇനി എന്നെ കൊന്നാലും ഞാൻ ചെയ്യൂല, ഇനി ഞാൻ കൊന്നാലും ചെയ്യില്ല. എന്നിട്ട് എന്റെ കണ്ണ് അങ്ങോട്ട് തപ്പണതും പിള്ളേരെ ഉപദ്രവം. നിങ്ങൾ അവിടെ ഇരുന്നാ, നിങ്ങളെ വീട്ടിൽ ഇരുന്നാ മതി, പ്രശ്നം തീർന്നല്ല. നമ്മളാരും അങ്ങോട്ട് വരാതിരുന്ന പ്രശ്നം തീർന്നല്ല. നിങ്ങൾക്ക് കുട്ടികളും വേണ്ട, വലിയ ആൾക്കാരും വേണ്ട, ആരും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ കാര്യം കൃത്യമായിട്ട് നടക്കണം. അത്രയല്ലേ ഉള്ളൂ. നമ്മളാരും അങ്ങോട്ടും വരണില്ല, നിങ്ങൾ ഇങ്ങോട്ടും വരണ്ട. എന്നെ വാങ്ങിച്ചു കൂട്ടണം. എന്നെ നോക്കി പറയാം. ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. എന്താണ് ചെയ്തേലും ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യില്ല. ഇനി ഒരു 2 ദിവസത്തേക്ക് ഞാൻ ഒന്നും ചെയ്യൂല. അന്നേരം കേട്ടോ. കാണാം. ഇനി ഒരു 2 ഇങ്ങോട്ട് ചെയ്താലും ഞാൻ 2 ദിവസത്തേക്ക് ഒന്നും ചെയ്യൂല. കൊണ്ടോണ്ടിരിക്കും. എന്റെ ദേഹത്ത് കൊള്ളണ ഞാൻ കൊള്ളാം. പിന്നെ കൊച്ചൊരുത്തുപുരം വെള്ളം ഒഴിച്ചതിനാണ്. മക്കൾ അങ്ങ് പോ, മക്കളെ അങ്ങ് പോ, അമ്മ ഒരുക്കി തരാം. അങ്ങ് പോ. കൊച്ചിത്തിരി വെള്ളം ഒഴിച്ചതിനാണ്. ഇനി അവൾ എന്ത് ചെയ്താലും ഞാൻ ചെയ്യൂല. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ ദേഹത്ത് എവിടെ നനഞ്ഞിരുന്നാ? നിങ്ങളെ ദേഹത്ത് ഓരോ നനഞ്ഞില്ലായിരുന്നല്ല? നിങ്ങളെ ദേഹത്ത് ഒരിടവും നനഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അന്ന്. ഇനി മറുപടി ഇല്ല.
അതിന് മറുപടിയില്ല. മിണ്ടാണ്ട് നിക്കണ പിള്ളേരെ തള്ളിയിട്ട് അടി. പണ്ട് നിങ്ങളെ മോനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടിയതുപോലെ നമ്മളെ കൊച്ചിനെ അങ്ങ് ചവിട്ടി കൂട്ടാന്ന് കരുതിയാ തന്നെ? അതുപോലെ അങ്ങ് ചെയ്യാന്ന് കരുതിയാ? അന്ന് ആരും തിരിഞ്ഞോക്ക ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകം നിങ്ങളെ മോൻ കൊണ്ടോണ്ടിരുന്നു. അന്ന് കരുതിയിട്ട് നിന്റെ കൊച്ചുങ്ങളെ ഞങ്ങൾ തരാന്ന് കരുതിയാ? ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തില്. പത്മനാഭസ്വാമി ക്ഷേത്രത്തില്. എന്നെ കൂടെ കൊണ്ടുപോകും? ഇല്ല. നിങ്ങൾ എല്ലായിടവും ഞാൻ കൊണ്ടുപോയി പോണിടത്തും വരണയിടത്തൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോഴല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര അഹങ്കാരായിപ്പോയ? അല്ലേ? പോണിടത്തൊക്കെ കൊണ്ടുപോയി എവിടെ എവിടെ പോയാലും കൊണ്ടുപോയി എന്ത് ആഹാരം വേണമെന്ന് പറഞ്ഞാലും വാങ്ങിച്ചൊക്കെ തന്ന് എന്ത് വേണമെന്ന് പറഞ്ഞാലും ചെയ്തു തന്നപ്പോഴല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര കുട്ടികളോട് ഉപദ്രവം അല്ലേ? സാധാരണ എല്ലാരും സ്നേഹിക്കുമ്പോ അവരെന്ത് ചെയ്യും? വീട്ടിലുള്ളവർ പറയണ കേൾക്കും. ഇവിടെ ഒരാളെ സ്നേഹിക്കുമ്പോ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട്. സാധാരണ നമ്മൾ എല്ലാവരും എന്താണ് കണ്ടിട്ടുള്ളത്? സ്നേഹിക്കുമ്പോ അവരെന്തോ നമ്മൾ പറഞ്ഞൊക്കെ കേൾക്കും, നമ്മളെ കൂടെ ചേർന്ന് നിൽക്കും. അങ്ങനെയാണ് ഇവിടെ. ഇവരെ സ്നേഹിക്കുമ്പോ ഇവർ ഭയങ്കരമായിട്ട് അഗ്രസീവ്. എവിടെയെങ്കിലും കൊണ്ടുപോയാൽ നമ്മളെ ആരെയും മുഖത്ത് നോക്കൂല, ഒരേ ഇരിപ്പിരിക്കും. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി തരൂല. ഇതാണ് അവസ്ഥ. അന്ന് എന്ത് ചെയ്ത കൊച്ച്? അന്ന് കൊച്ചു എന്ത് ചെയ്തേന്ന്? കൊച്ചു നിങ്ങൾ എന്ത് ചെയ്ത? നിങ്ങൾ അന്ന് എവിടെ വീത്തി? ഏത് പുറത്ത്? ഏത് തുണിയില്? ആ ഇട്ടിരുന്ന ഉടുപ്പിന്റെ എവിടെ വീത്തി? നില്ലേ ഞാൻ ചോദിക്കട്ടെ, കൊച്ചി എവിടെ വെള്ളം കോരി ഒഴിച്ചു? നിങ്ങളെ തുണിയിൽ എവിടെ വെള്ളം കോരി ഒഴിച്ചേ? എവിടെ വെള്ളം കോരി ഒഴിച്ചു? അതിന് ഏത് പുറത്തെന്നാണ് ചോദിക്കണ. നിങ്ങൾ എവിടെയാണ് കൊച്ചു വെള്ളം ഒഴിച്ചത്? അത് പറ എവിടെ? വെള്ളം കൊരീത്തി അടിച്ച് അമ്മ അതിയാൻ ഇപ്പാണ്ട് ഇനി അടിച്ച്. എവിടെ അടിച്ച്? കയ്യിലടിച്ച്. വെള്ളം എവിടെ വീത്തി? എന്റെ നൈറ്റിൽ എവിടെ വീത്തി? നൈറ്റിൽ ഏത് ഭാഗത്ത്? ഏത് ഭാഗത്ത്? നൈറ്റിൽ ഏത് ഭാഗത്ത് കൊച്ചു വെള്ളം ഒഴിച്ച? എന്റെ പേർക്കൊക്കെ വെള്ളം കൊരി. ഇത്രേ ഉള്ളൂ. എന്നുവെച്ചാ എവിടെയാണ് ആ കൊച്ചു ചെയ്തതെന്ന് പോലും പറയാൻ അറിഞ്ഞൂടാ. കേട്ടാ മതി. എന്നേരം കേട്ടാ ഞാൻ എന്തെങ്കിലും ചെയ്ത് എന്നും ചെയ്തിട്ട് അതിന്റെ അടുത്തത് ഞാൻ കരയാൻ പാടും. അത് നിങ്ങളെ മോ ഉള്ളതുകൊണ്ട്. അവിടെ വന്ന് കൊച്ചു കുളിക്കുന്നതും ജപിക്കുന്നതും നിങ്ങളെ മോ ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ മിണ്ടാണ്ടിരിക്കുന്നത്. എന്നെ വിളിക്കണം അച്ചാമ്മന്നേന്. അത് തന്നെ കൊച്ചുങ്ങൾക്ക് കള്ളമില്ല. അത് നിങ്ങളെ മോ ഉള്ളതുകൊണ്ട്. അതേന അത് മോനുള്ളതുകൊണ്ടല്ലേ? നിങ്ങളെ മോനുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഒന്നും മിണ്ടാത്തത്? പൂയ നാളാണ് എന്റെ നാൾ. പൂയ നാളായ എന്തെങ്കിലും തോന്നുമ്പോ അതാണ് പറയണ. ഇത് ഓരോന്നും വിഷമിച്ച് ചെയ്യും. നമുക്ക് തോന്നുന്ന പോലെ ഓരോന്നും ചെയ്യും. പൊടിയാണ് ആലോചിക്കണ. ഇങ്ങനെ വരുമ്പോ ഞാൻ മാറി പറ്റാം. ശരി പോയി. നീ മിണ്ടോ? മിണ്ട. നീ ചായയൊക്കെ താ. ചായ എന്നെ തന്നല്ല. ചായ തന്നില്ലല്ലേ? ക്ലാസ് ഇവിടെ ഇരിക്കല്ലേ? ക്ലാസ് വെച്ചേക്കണ. രാവിലെ ചായ കുടിച്ചോ? അവിടെ ഇരിക്കണേ. രാവിലെ ചായ കുടിച്ചോ? രാവിലെ കുടിച്ചു. അപ്പൊ വൈകുന്നേരം ചായയുള്ള സമയം ആവണല്ലേ ഉള്ളൂ. നീ മിണ്ടോ? വാ. എന്നെ കൊണ്ടുപോവോ? ഞാൻ പോണില്ല അവരോടും കൊണ്ടുപോവാൻ. ആരെ കെട്ടണാ? ആരെ കെട്ടണാ? അത് നമ്മൾ പോയിട്ട് വരാൻ ഒരുപാട് താമസിക്കും. നമ്മൾ പോയിട്ട് സിനിമ കാണാൻ പോണു. വരാൻ താമസിക്കും. നമ്മള് രാത്രിയാവും. നമ്മള് സിനിമയും കൂടെ കണ്ടിട്ടേ വരുള്ളൂ. രാത്രിയാവും. 2 മണിയാവും വരാനായിട്ട്. 2 മണിയാവും. വരണാ? 2 മണിയാവും. അമ്പലത്തിൽ പോയിട്ട് അതുവഴി സിനിമ കാണാൻ പോവാൻ പറഞ്ഞാ? പിന്നെന്ത് ചെയ്യാൻ? ഇന്ന് ആഹാരവും ഇല്ലേ? എന്ന് പോന്നാ? പിന്നെ ഒരു ദിവസം പോവും. അന്ന് കൊണ്ടുപോയാൽ അന്ന് മതിയാ? ഇന്ന് വരണില്ലേ? ഞാൻ വരില്ല. സിനിമ കാണാൻ പോവും. വാ. സിനിമ കാണാൻ പോണ ഞാൻ വരില്ല. സിനിമയിൽ ഇരിക്കാൻ വയ്യ. സിനിമ ഇരിക്കാൻ വയ്യേ? അപ്പൊ പിന്നെ ഒരു ദിവസം കൊണ്ടുപോവാ. പോയി അവിടെ ഇരിക്കും. പോയി ചായ ഇട്ട് തരാം. മിണ്ടുവോ? ഓ
നാളെ വന്നാലും ഒന്നും ചെയ്യില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് കൊടുക്കാൻ കിട്ടിയ ഹാരമാണ് കേട്ടാ. മാക്സിമം ഹാരം കെട്ടിക്കൊണ്ട് ഞാൻ എല്ലായിടവും പോകാൻ ശ്രമിക്കും. ഇത് പത്മനാഭന് വേണ്ടിയിട്ട്. ഷുണ്ണരി എവിടെ പോണ്? ഷുണ്ണരി ഹലോ ഗായ്സ്, നമ്മളെ സിനിമയ്ക്കാണ് പോണം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ ശ്രമിക്കണം. എനിക്ക് ഉറങ്ങണം. ഞാൻ വാവനടുത്തോണ്ട് വേണം. അപ്പോൾ വാവനെ കാണിച്ചു തരാം. ഇതാണ് ബാവ. അവിടെ ഇരി, അവിടെ ബാവ അവിടെ നില്ല. അമ്മ വരാം, അമ്മ വന്നിട്ട് ഒരുക്കാം. അവിടെ നിൽക്ക്. വരുന്നു. സംഭവം സാധാരണ ഞാൻ പിണങ്ങിയിരിക്കാറില്ല. അമ്മ എന്തെങ്കിലും ദേഷ്യമൊക്കെ കാണിച്ചാൽ പോലും ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കും. ഞാൻ തന്നെയാണ് കോംപ്രമൈസ് ഒക്കെ ആക്കുന്നത്. അമ്മ മൂട്ടിലൊന്നും വരൂല. അമ്മ ഭയങ്കര ദേഷ്യമാണ്. അമ്മ തെറ്റും ചെയ്തിട്ട് അമ്മ ദേഷ്യം കാണിക്കും. അതാണ് അമ്മയുടെ രീതി. പക്ഷെ ഇത് കുഞ്ഞ് ഉപദ്രവിക്കുന്ന കണ്ടതുകൊണ്ടാവണം എനിക്ക് എന്തോ ഇച്ചിരി ദേഷ്യം വന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞാന് ഒരു ദിവസം മിണ്ടിയില്ല. കൃത്യമായിട്ട് ഫുഡ് കൊടുക്കും, ഗുളിക കൊടുക്കും. ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നുണ്ട്. വേദന ഉള്ളതുകൊണ്ട് മരുന്ന് കൃത്യമായിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് ഫുഡും ഗുളികയൊക്കെ കൃത്യമായിട്ട് നന്ദപ്പന്റെ കയ്യിൽ കൊടുത്തു വിടും. എന്നിട്ട് ഞാന് പ്രത്യക്ഷത്തിൽ ചെല്ലൂല. അപ്പൊ ഞാൻ എവിടെ നിന്ന് ചോദിക്കത്തൂല. കാര്യം അമ്മയ്ക്ക് കൃത്യമായിട്ട് ഫുഡ് കിട്ടുന്നുണ്ടല്ലോ. ഫുഡാണ് അമ്മയുടെ പ്രശ്നം. അത് കൃത്യമായിട്ട് കിട്ടിയപ്പോൾ അമ്മ ഓക്കെയാണ്. വീട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കും. പിന്നെ എല്ലാരും ചോദിക്കും നന്ദപ്പനോടൊരു ദേഷ്യം ഇല്ലല്ലോ, നന്ദപ്പനോട് ഇച്ചിരി സ്നേഹം ഉള്ളല്ലോ തോന്നുന്നു. നന്ദപ്പനോടും ഇങ്ങനെ ആയിരുന്നു ഈ കുഞ്ഞിയുടെ പ്രായത്തില്. പക്ഷെ നന്ദപ്പൻ ഇച്ചിരി അറിവായി. അമ്മയുടെ അടുത്തൊന്നും പോവാതെ, അമ്മയുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ അവന്റെ മെച്യൂരിറ്റി കാണിച്ചു തുടങ്ങിയതിന് ശേഷമാണ് അമ്മ നന്ദപ്പനോട് ഭയങ്കര സ്നേഹമായി. ഇല്ലെങ്കിൽ നന്ദപ്പനോട് ഇങ്ങനെ തന്നെ ആയിരുന്നു കുഞ്ഞു പ്രായത്തില്. ഒന്നും അറിയാത്ത പ്രായത്തില് കുഞ്ഞുങ്ങൾ അടുത്ത് പോകുന്നതോ തുണി തൊടുന്നതോ ഇഷ്ടമല്ല. കുഞ്ഞമ്മയെ തിരുത്താൻ പറ്റണില്ല, അതാണ് പ്രശ്നം. നന്ദപ്പനാണ് ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. നന്ദപ്പൻ ഫുഡ് കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, കൃത്യമായിട്ട് വാങ്ങിച്ച് കഴിക്കും. അവനോട് ദേഷ്യമൊന്നും കാണിക്കാറില്ല. കുഞ്ഞെ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, കുഞ്ഞെ നന്നായിട്ട് ശ്രദ്ധിക്കും. കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല പ്രിക്കോഷനാണ് എടുക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കാണാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ എല്ലാ മൊമെന്റും എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റില്ല. പിന്നെ കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഒരു ദിവസം ഒരു 5-6 വീഡിയോ ഇടാൻ പറ്റും. അത്രയും കണ്ടന്റ് നമുക്ക് ഒരു ദിവസം ഈ വീടിനകത്ത് കിട്ടും. അമ്മ മാത്രം മതി. അപ്പൊ അത്രയ്ക്കും നമ്മള് പല കാര്യങ്ങളിൽ നിന്നും വീഡിയോയിൽ ഒഴിവാക്കുന്നുണ്ട്. കുഞ്ഞെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ കുട്ടി പുറത്തോട്ടെങ്കിൽ നമ്മളെ പട്ടിക്കുട്ടന്മാർ വെളിയിലുണ്ടാവും, ഇല്ലെങ്കിൽ ഞങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചേട്ടൻ ഉണ്ടാവും, അല്ലെങ്കിൽ നന്ദൻ ഉണ്ടാവും. ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് കുഞ്ഞെ നമ്മൾ ഒരിക്കലും വെളിയിൽ നിർത്തില്ല. പിന്നെ അന്ന് ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞില്ല, ഒരൊറ്റ സെക്കൻഡ് എന്റെ കണ്ണ് മാറിപ്പോയപ്പോ വന്ന ഒരു വീഴ്ചയാണ്. എന്തായാലും അതിനി ഉണ്ടാവില്ല. കാരണം കുഞ്ഞമ്മയ്ക്ക് മനസ്സിലായി. കുഞ്ഞമ്മയ്ക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി തോന്നുന്നു. അപ്പോ എന്തായാലും ഒരുപാട് പേര് കരുതൽ എനിക്ക് മനസ്സിലായി. എന്തുമാത്രം കോൾ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ദിവസം കിട്ടിയ ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് സത്യമായിട്ട് ഫോൺ വെക്കാൻ നേരം കിട്ടിയിട്ടില്ല. അത് റിലേറ്റ് ചെയ്ത് ഞാൻ ഒരു വീഡിയോ വരുന്നുണ്ട്. എന്തായാലും ഇപ്പൊ പിണക്കത്തിന്റെ കാര്യം ഇതാണ്. ഒരു ദിവസം വെച്ചിരുന്ന് പിണങ്ങി നിന്ന് നമ്മളൊന്ന് വിഷമിപ്പിക്കണമല്ലോ. എന്നാലല്ലേ അമ്മയ്ക്ക് ഈ വേദനിപ്പിക്കുമ്പോൾ ഒരു മൈന്യൂട്ട് വേദന നമ്മൾ ആ അറിവും കൂടെ കൊടുക്കണമല്ലോ. എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രം അമ്മയ്ക്ക് ഈ പിണങ്ങുന്നതിന്റെ വിഷമം അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇച്ചിരി പിണങ്ങിയിരിക്കണം. എന്നാലും അവള് ഇനി പിണങ്ങും എന്നുള്ള ഒരു വേദനയും കൂടെ അറിയണമല്ലോ. എല്ലാ ഇമോഷൻസും നമ്മൾ കൊടുത്താലേ ഒരു മനുഷ്യന് പൂർണ്ണ അവസ്ഥയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഇതിന്ന് ഞങ്ങൾ എന്തായാലും മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പഴയ ശോഭന തന്നെ ആയിരിക്കും, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഇമോഷൻസും ഒന്ന് അറിയിക്കണം, അത്രേ ഉള്ളൂ. എനിവേ ബാക്കി വീഡിയോ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുതൽ കാണിച്ച എല്ലാവർക്കും വളരെ നന്ദി. ഒന്ന് പത്മനാഭ ക്ഷേത്രത്തിൽ പോവാണ്. ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ പോവാനായിട്ട് പോവാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം.